എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നമ്മളുടെ എനർജി, നമ്മളുടെ ഓറ കൂട്ടുക? നമുക്കറിയാം, നമ്മളുടെ എനർജി ലെവലിലുള്ള ഓറയിലുള്ള ചക്രങ്ങളിലുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് നമുക്ക് ഒട്ടുമിക്കപ്പെട്ട എല്ലാ പ്രോബ്ലംസും ഉണ്ടാകുന്നത്. ഈ ഓറ, ഈ എനർജി ലെവൽ നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് വിജയം ഉണ്ടാവും. ഈ പറയുന്ന കാര്യം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കുക, പൂർണ്ണമായി കേൾക്കുക. നിങ്ങൾ ഓടിച്ച് കേൾക്കാതിരിക്കുക, അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മളുടെ എനർജി ലെവൽ കൂടാൻ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡാണ്. നന്ദി ഭാവം നമുക്ക് എപ്പോഴും വേണം. നമ്മൾ രാവിലെ എണീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കിയേ, നമുക്കുള്ളതിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിലുണ്ട്. എല്ലാ മതങ്ങളിലും പറയുന്നതാണ് നന്ദിയുള്ളവനായിരിക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഉള്ളത് അത് കൂടുതൽ വരും. എന്ത് നന്മയാണോ ഉള്ളത് അത് കൂടും. അപ്പോൾ നന്ദിയുള്ളവനായിരിക്കുക, നന്ദിയുള്ളവളായിരിക്കുക. നമ്മൾ ആദ്യം രാവിലെ എണീറ്റ് ഇതൊന്ന് ചെയ്തു നോക്കിയേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ നന്മകളുണ്ടോ, എന്തൊക്കെ നല്ല വ്യക്തികളുണ്ടോ, എന്തൊക്കെ നല്ല സാഹചര്യങ്ങളുണ്ടോ, ഇതിനെല്ലാം ഒന്ന് നന്ദി പറയുക. ആ ദൈവത്തിനോട്, ഈശ്വരനോട്, സെൽഫിനോട് നിങ്ങളെങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് ആ രീതിയിൽ. ചിലവർ ബോധം എന്ന് പറയും, ചിലവർ ഈശ്വരൻ എന്ന് പറയും, ചിലവർ പല രീതിയിൽ പറയും. സൃഷ്ടാവെന്ന് പറയും. എന്ത് പേരാണ് നിങ്ങൾക്ക് യോജിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾ നന്ദി പറയുക, ഉള്ളിൽ നിന്ന് പറയുക. ഇതൊരു ആക്ഷൻ പോലെ, നന്ദി സാറ് പറഞ്ഞു, നന്ദി പറഞ്ഞാൽ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ നന്ദി. അങ്ങനെയല്ല, നമ്മളും ആ ഒരു ഡിവൈനുമായിട്ടുള്ള കണക്ഷനാണ്. ആ കണക്ഷൻ കൂടാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നന്ദി പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസാവും. അപ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് വരും. ഈ ഫീൽ ഗുഡ് സെൻസേഷൻ എന്ത് ചെയ്യും? നമ്മളുടെ ഓറയെ കറക്റ്റാക്കും. നമ്മൾ ഹാപ്പിയായി, നമ്മുടെ ഉള്ളിൽ ഭയമൊന്നുമില്ല, നമ്മളുടെ ഉള്ളിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആ ഡിവൈൻ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാവുമ്പോൾ നമ്മളിൽ നിന്ന് ഭയമെല്ലാം പോകും. ഈ ഭയമില്ലാത്തവന് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഈ ഭയം മാറാനാണ് നമ്മൾ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. അൾട്ടിമേറ്റ്ലി ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കുക, അതുവഴി നമ്മുടെ ഉള്ളിൽ ഭയമില്ലാതാവുക. ഭയമാണ് എല്ലാത്തിൻ്റെയും റൂട്ട് കോസ്. ഭയം, ഫിയർ മാറ്റി നോക്കിയേ, എല്ലാം മാറും. ഫിയർ ഇല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള കഴിവുകൾ പ്രകടമാകും. ഫിയർ ഇല്ലെങ്കിൽ നമ്മുടെ റൂഹ് ഉണരും. അപ്പോൾ അതാണ് ആദ്യത്തേത്, ഗ്രാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തത്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു കാര്യം കൂടെ ഉണ്ട്. രാവിലെ മാത്രമല്ല, രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കിടക്കുന്നതിന് മുമ്പും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതൊന്ന് ചെയ്ത് നോക്കി, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ 2 കാര്യം ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ മെക്കാനിക്കൽ അല്ലാതെ, യാന്ത്രികമായിട്ട് ചെയ്യാതെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇത് മാത്രം ഒന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ചുറ്റിനുള്ളവർ വരെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തത്, സ്പെൻഡ് ടൈം, പോസിറ്റീവ് ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നല്ല വ്യക്തി, നമ്മൾ പറയില്ലേ സത്സംഗം എന്ന് വെച്ചാൽ എന്താണ്? സദ്വിചാരം, സത്യത്തിനെ അറിയാനുള്ള സംഘം, സാത്വികമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംഘം. പല രീതിയിൽ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. സത്യാന്വേഷികളുടെ സംഘം, ഇങ്ങനൊന്നും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കേണ്ടത്. നിങ്ങൾ നല്ല വ്യക്തികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ കഴിവിനെ ഉണർത്തുന്ന, നിങ്ങളെ എൻകറേജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീ സൂപ്പറാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള എൻകറേജ്മെൻ്റ് അല്ല. യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് എൻകറേജ് ചെയ്യുന്നവരില്ലേ, ഉള്ളിൽ നിന്ന് പോസിറ്റീവായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരില്ലേ. വളരെ നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ കുറിച്ചല്ല, നമ്മളെ താഴ്ത്തി നമ്മളെ ഡൗൺ ആക്കി ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ കുറിച്ചല്ല, നമ്മളെ വളരെ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ആ ക്രിറ്റിസിസം നമുക്ക് ഭയങ്കര ഒരു വളമാവും, വളരാനുള്ള. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, അങ്ങനെ അവർ എൻകറേജ് ചെയ്യുന്നവർ, അങ്ങനെ ക്രിട്ടിസൈസ് മാത്രം ചെയ്യുന്നവരെ കുറിച്ചല്ല. ഈ എൻകറേജ്മെൻറ്റും, നമ്മൾ വളരണം, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഉയർച്ച ഉണ്ടാവണം. നമ്മളോട് ജെന്യുവിനായിട്ട് ഇഷ്ടമുള്ളവരോട്, അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരോട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരോട്, ഇവരോടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക.
ഇവരോടൊക്കെ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ, ഇവർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, കാണുക. നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഒരുപാട് മാങ്ങ ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു ചീഞ്ഞ മാങ്ങ മതി ഇതെല്ലാം നശിക്കാൻ. അതേപോലെ നമ്മളുടെ സുഹൃത്തുക്കളിൽ ആരെല്ലാമാണോ നമ്മളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്നത് ഇവരെയൊക്കെ കട്ട് ചെയ്ത് കളയുക. ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുക. ഡ്രെയിൻ ചെയ്യും, നമ്മളെ ഡൗൺ ആക്കുന്ന ഫ്രണ്ട്സിനെ എന്തിനാണ് നമുക്ക് ഒരു ഹായ് ബൈ ഫ്രണ്ട്സാക്കി മാറ്റുക, ഭയങ്കരമായിട്ട് അവർ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കി ഇരിക്കുക എന്ന് കരുതി നമ്മുടെ ഫ്രണ്ട്സിനൊരു വിഷമം വരുമ്പോൾ നമ്മൾ കേൾക്കണ്ട, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് ഉറപ്പായിട്ടും കേൾക്കണം. അവർ നമ്മളുടേത് കേൾക്കുന്നത് പോലെ നമ്മളും കേൾക്കണം. അവർ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത പോലെ നമ്മളും അവരെ ജഡ്ജ് ചെയ്യരുത്. നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കഴിവതും അകലം പാലിക്കുക. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഫ്രണ്ട്സ് ചെയ്യല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഡിസ്റ്റൻസ് പാലിക്കുക, അവരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് പാലിക്കുക. എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യുമോ, നീ എന്ത് ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മുടെ പറയുന്നത് പോലും കേൾക്കാതെ ജഡ്ജ് ചെയ്യുന്ന, അവരെ മാറ്റുക, ഡിസ്റ്റൻസ് ചെയ്യുക. അതേപോലെ ചിലവർ നമ്മൾ വെറുതെ പ്രശ്നങ്ങൾ മാത്രം പറയാനായിട്ട് ഇങ്ങനെ ഒരു ഡംപിങ് ഇതായിട്ട് നമ്മളെ യൂസ് ചെയ്യും. എന്താ പറയുക, അവർക്കൊരു സൊല്യൂഷനും കേൾക്കണ്ട, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് ഡംപ് ചെയ്യുന്ന ആൾക്കാർ, വിക്റ്റിം മോഡിൽ എപ്പോഴും ഇരിക്കുന്നവർ. ഇവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. പക്ഷേ നമ്മളെപ്പോഴാണോ അവരുടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഡ്രെയിൻഡ് ആകുന്നെന്ന് തോന്നുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് പാലിക്കുക. കാരണം നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം. അതിനൊരു വേലിക്കെട്ട് നമ്മൾ ഉറപ്പായിട്ടും കെട്ടണം. നമ്മളുടെ ഹാപ്പിനെസ്, നമ്മൾ വീട്ടിൽ എന്തുകൊണ്ടാണ് മതിൽ കെട്ടുന്നത്? അപ്പോൾ വഴി കൂടെ പോകുന്നവരും പട്ടിയും പൂച്ചയൊന്നും വന്ന് കയറില്ല അല്ലേ? അതേപോലെ നമ്മളുടെ ഹാപ്പിനെസ്സിനും നമ്മളുടെ ചുറ്റിനും ഒരു മതിൽ കെട്ടണം. നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരിക, നമ്മളെ ഹാപ്പി ആക്കുന്നവർ, നമ്മളെ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, നമ്മൾക്ക് സഹായിക്കാൻ കഴിയുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം. അതൊരു സെൽഫിഷ്നെസ്സേ അല്ല, അതൊരു സ്വാർത്ഥതയല്ല, നമ്മളോട് ചെയ്യുന്ന ഒരു കരുണയാണ്. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്സിനെയും ഹെൽപ്പ് ചെയ്യേണ്ടതെന്നല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അവരുടെ വിഷമങ്ങൾ കേൾക്കണം, അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഡംപ് ചെയ്യുന്നവരുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആൾക്കാരുണ്ടാവാം. പ്രശ്നങ്ങൾ വെച്ച് ഇങ്ങനെ രാവിലെ തന്നെ അവരുടെ ദുരിതം പറഞ്ഞ് ഡംപ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു വിക്റ്റിം മോഡിൽ തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ ഡംപ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ലൈഫിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഞാനീ പറഞ്ഞത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മളുടെ ഒരാൾ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അവരെ കേൾക്കരുതെന്നല്ല. നമ്മളെ യൂസ് ചെയ്യുന്നവർ, മനസ്സിലായോ? നമ്മളെ യൂസ് ചെയ്യുന്നവർ, നമ്മളോട് യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമില്ല, പക്ഷേ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമ്മളെ യൂസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ ഡിസ്റ്റൻസ് ചെയ്യുക. അല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഡിസ്റ്റൻസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കേണ്ടതാണ്. മൂന്നാമത്തത്, സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. പ്രകൃതിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പ്രകൃതിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പ്രകൃതിയിൽ ബേർഡ്സിൻ്റെ ഒച്ചകളുണ്ട് അല്ലേ, ഇലകളുടെ സൗണ്ട് ഉണ്ട്. അതേപോലെ പല 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 കാറ്റ്, പച്ച നിറം, ആ പ്രകൃതിയുടെ ആ വൈബ്രേഷൻ, മരങ്ങൾ എല്ലാം കൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് സൂതി ചെയ്യും പ്രകൃതി എല്ലാം. നിങ്ങളൊന്ന് നോക്കി, എത്രയോ യോഗി വര്യന്മാർ എല്ലാവരും പോയി മെഡിറ്റേഷൻ ചെയ്തതും പോയി പല കാര്യങ്ങളും ചെയ്തതും എല്ലാവരും ആയിരുന്നതും എല്ലാം പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ്, പ്രകൃതിയോട് ചേർന്നാണ്. നിങ്ങൾ തന്നെ വളരെ വളരെ എന്താ പറയുക, ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു പാർക്കിലേക്കോ, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കിലേക്കോ, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയേ, വളരെ കാമാവും. മാത്രമല്ല, ചെടികൾ വളർത്തുക. പ്രകൃതി എന്ന് വെച്ചാൽ നമ്മൾ നടക്കുക മാത്രമല്ല, നമ്മൾ ചെടികൾ വളർത്താം, ചെടികളോട് സംസാരിക്കാം. അതൊരു ചിലവർ പറയില്ലേ, ചെടികളോട് നീ സംസാരിക്കുമോ, വട്ടാണോ നിനക്ക്? വട്ടല്ല, ചെടികളോട് സംസാരിക്കാം, ചെടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ചെടികളോട് നമ്മളുടെ പ്രശ്നങ്ങൾ പറയാം. അതൊരു തെറാപ്പിയാണ് എന്ന് കരുതി നമ്മൾ പ്രശ്നം പറയുമ്പോൾ ചെടി വന്ന് നമ്മളെ അനുഗ്രഹിക്കുക, അങ്ങനെയല്ല. അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷേ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇൻറ്റിമസിയാണ് നേച്ചറും പ്രകൃതിയുമായിട്ടുള്ള
ഒരു ഇൻറ്റിമസിയാണ്. ആ ഇൻറ്റിമസി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മളുടെ എനർജി ലെവൽ എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് ചെരുപ്പില്ലാതെ ഒന്ന് പ്രകൃതിയിലൊന്ന് നടന്നു നോക്കിയേ, ഒരുപാട് മാറ്റം നിങ്ങൾക്കുണ്ടാവും, ഒരുപാട് മാറ്റം ഉണ്ടാവും. അതേപോലെ അടുത്ത ഒരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വളരെ അറിഞ്ഞുകൊണ്ട് കഴിക്കുക. ഈ അറിഞ്ഞുകൊണ്ട് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഭക്ഷണം കഴിക്കുമ്പോൾ പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത് പോലും മൂക്കിലാണോ വായിലാണോ ഭക്ഷണം വെക്കുന്നത് പോലും ബോധമില്ലാതെ കഴിക്കുന്നവരുണ്ട്. നിന്നുകൊണ്ടും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ഫോൺ നോക്കി കഴിക്കുന്നവരുണ്ട്. ഞാനതിനെ കുറ്റം പറയുന്നില്ല. ഫോൺ നോക്കി കഴിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കി കഴിക്കുന്നത് തെറ്റാണോ? ഓഫ് കോഴ്സ് തെറ്റാണ്. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഫോൺ നോക്കി കഴിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അല്ലെങ്കിൽ ചില സമയം ഇപ്പോൾ നിങ്ങളൊരു ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഫോൺ നോക്കി കഴിച്ചാലേ നമുക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കും. പക്ഷേ അത് നല്ലതല്ല. കൂടുതലും നമ്മൾ ഭക്ഷണത്തിനെ അറിഞ്ഞ് നന്നായി ചവച്ച് ഇറക്കി അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അറിഞ്ഞൊന്ന് കഴിക്കുക, വളരെ നല്ലതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയില്ല. അത് വേറൊരു കാര്യം, മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ്, അതും എല്ലാ ദിവസവും, അത് എപ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സസൈസ്. എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇത് തന്നെ ചെയ്താലേ പറ്റൂ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ യോഗ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം. ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ ഓറയ്ക്കും എനർജിക്കും ഏറ്റവും നല്ലത് യോഗയാണ്, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. യോഗ എന്ന് പറയുമ്പോൾ യോഗ മാത്രമല്ല, യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ എന്നാണ്. നമ്മുടെ ഈശ്വരനും നമ്മളുമായിട്ടുള്ള യൂണിയൻ, അതിൽ ചെയ്യുന്ന എന്തും യോഗയാണ്. അപ്പോൾ യോഗ ആസനങ്ങൾ ചെയ്യാം, പ്രാണായാമം ചെയ്യാം, ധ്യാനം ചെയ്യാം. മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരം, അതും ഒരു പ്രവൃത്തിയാണ്. അതൊരു പ്രയറിൻ്റെ ഭാഗമാണെങ്കിലും അതും ഒരു സ്പിരിച്വൽ എക്സസൈസാണ്, അല്ല? യോഗയും ഒരു സ്പിരിച്വൽ. അപ്പോൾ യോഗ, നിസ്കാരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജിമ്മിന് പോകേണ്ടവർക്ക് ജിമ്മിന് പോകാം. ഞാൻ അതിനെ കമ്പയർ ചെയ്യുമല്ല, പക്ഷേ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്. ഇപ്പോൾ ചിലവർക്ക് അതേ പറ്റുള്ളൂ, ചിലവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എനിക്കറിയാം ഒരുപാട് പേരെ അങ്ങനെ ഇറങ്ങാൻ അവസരമില്ലാത്ത ആൾക്കാർ. എല്ലാവർക്കും പോയി യോഗ പഠിക്കാൻ പറ്റില്ല. അവർ ജസ്റ്റ് ആകെപ്പാടെ വീട്ടിൽ ചെയ്യുന്നത് ഡെയിലിയുള്ള പ്രയർ ആയിരിക്കും. നിങ്ങളത് ചെയ്താൽ മതി. എന്നാലും ഒന്ന് ബോഡി ഒന്ന് മൂവ് ചെയ്യുക, അറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക, ഫീൽ ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. അപ്പോൾ അതൊരു മൂവ്മെൻ്റ് ആവും. ഞാൻ പറഞ്ഞത് എക്സസൈസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മൂവ്മെൻറ്റ്, അതായത് ഡിവൈൻ മൂവ്മെൻറ്റ്. അപ്പോൾ അത് യോഗ ചെയ്യേണ്ടവർക്ക് യോഗ ചെയ്യാം, ജിമ്മിന് പോകേണ്ടവർക്ക് ജിമ്മിന്. യോഗയും നിസ്കാരവും ജിമ്മും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ബോഡി മൂവ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് നടക്കാൻ പോവാം. തീരെ ഒന്നിനും പറ്റില്ലെങ്കിൽ നടക്കാൻ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പല കാര്യങ്ങൾ ചെയ്യാം, അല്ലേ? ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരാണെങ്കിൽ നടന്ന് ക്ഷേത്രത്തിൽ പോകാൻ നോക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ നടന്ന് പോകാൻ നോക്കുക. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ നടന്ന് പള്ളിയിൽ പോകാൻ നോക്കുക. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണം ഒരു 3 വട്ടവും 6 വട്ടവും 9 വട്ടവും ഒക്കെ ഒന്ന് പ്രദക്ഷിണം വെക്കുക. അപ്പോൾ ബോഡി ഒന്ന് മൂവ് ആവും. ഡിവൈൻ മൂവ്മെൻ്റാണ് കൂടുതലും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ യോഗ, നിസ്കാരം, ക്ഷേത്ര ദർശനമൊക്കെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഡിവൈനുമായിട്ടുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്, അല്ലേ? അതൊരു മൂവ്മെൻ്റ് അല്ല, അതൊരു പ്രയറിൻ്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ബോധത്തോടു കൂടി ചെയ്യുക. വെറുതെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു ഡിവൈൻ മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ജിമ്മ് മാത്രമാണ് എക്സസൈസ്, മറ്റ് യോഗയോ നിസ്കാരമോ ക്ഷേത്ര ദർശനമോ ഒന്നും എക്സസൈസ് അല്ല. പക്ഷേ അതും ഒരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് അതും ബെനിഫിറ്റാണ്. നിങ്ങൾക്കിതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിലേ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോയി ജിമ്മിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, റിലീജിയസ് ആസ്പെക്റ്റിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾക്ക് യോഗ ചെയ്യാം, നിങ്ങൾക്ക് സൂര്യ നമസ്കാരം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. പക്ഷേ അതൊന്ന് ബോഡി ഒന്ന് മൂവ് ആവണം, കോൺഷ്യസ്ലി ബോധത്തോടെ മൂവ് ആവണം, നമ്മൾ അറിഞ്ഞുകൊണ്ട് മൂവ് ആവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ഇത് നിങ്ങൾക്ക് രണ്ടും ഒന്ന് തന്നെയാണ് സത്യത്തിൽ. പ്രയർ എന്ന് പറയുമ്പോൾ അത് മെഡിറ്റേഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. മെഡിറ്റേഷനാണ് യഥാർത്ഥ പ്രാർത്ഥന. പക്ഷേ പ്രയർ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായിട്ടുള്ള പ്രയർ ചെയ്യാം. നിങ്ങൾക്ക് മതപരമായിട്ട് യാതൊരു വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിടുന്ന അഫർമേഷൻസ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ദൈവമേ എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർത്തിട്ടിടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഇമ്പോസ് ചെയ്യാനോ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിപ്പിക്കാനോ ശ്രമിക്കുകയല്ല. നിങ്ങളുടെ ഇഷ്ടം എന്താണോ, കാരണം നമ്മൾ എവിടെയാണോ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്.
നമ്മളൊന്നും അതായിത്തീരണ്ട തുടങ്ങാനായിട്ട്. തുടങ്ങുമ്പോൾ പലതും നമുക്ക് ഉണ്ടാവും, ചിലപ്പോൾ തുടങ്ങി ചെയ്തു വരുമ്പോൾ പല റിയലൈസേഷൻസ് നമ്മളുടെ ഉള്ളിലുണ്ടാവും, അത് വേറൊരു കാര്യം. പക്ഷേ എവിടെയാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൽ തുടങ്ങുക. നമ്മൾ സ്ട്രഗിൾ ചെയ്തൊന്നും വിശ്വസിക്കാനോ അതൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പ്രയർ ചെയ്യുക, പ്രയർ ഫീൽ ചെയ്ത് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ഹാബിറ്റായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മോർണിംഗും നൈറ്റും പ്രയർ ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷനും ചെയ്യാം. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് 2-3 മണിക്കൂർ ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുക, എല്ലാ ദിവസവും മെഡിറ്റേഷൻസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക. നമുക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ മെഡിറ്റേഷനായിട്ട് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ടെക്നിക്സ്, ഞാൻ ഉദ്ദേശിച്ച മെഡിറ്റേഷൻ ടെക്നിക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻറ്റിങ് ചെയ്യാം, എന്തെങ്കിലും സിക്കർ ചെയ്യാം, എന്തെങ്കിലും അങ്ങനെ ജപങ്ങൾ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമ്മളുടെ എനർജി ലെവൽ കൂടും, ഹൈ വൈബ്രേഷനിലാവും. നമ്മുടെ ലോ വൈബ്രേഷൻ, നമ്മുടെ വൈബ്രേഷൻ കൂടി ഹൈ വൈബ്രേഷനിലേക്ക് വരും. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങളെല്ലാ ദിവസവും ഇത്രയും കാര്യം മാത്രം ചെയ്യുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങളൊരു എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു റിലീജിയസ് ബുക്ക് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ബുക്ക് ആയിരിക്കട്ടെ, എല്ലാ ദിവസവും ഒരു പേജെങ്കിലും ഒന്ന് വായിക്കുക, ഒറ്റ പേജെങ്കിലും ഒന്ന് വായിക്കുക. പതിയെ ഈ പേജിൻ്റെ നമ്പർ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ തന്നെ ആദ്യമേ പറയുന്നത് ഞാൻ എല്ലാ ദിവസവും 10 പേജ്, ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ നമുക്കതൊരു ഡീമോട്ടിവേഷൻ വരും. ചെയ്യാൻ പറ്റുന്നത് മാത്രം, എടുക്കാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. പറ്റാത്ത കാര്യത്തിൽ ഏക്കാൻ പോകരുത്. പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഒരു ദിവസം ഞാൻ 10 കിലോമീറ്റർ നടക്കും എന്നൊക്കെ പറഞ്ഞു കളയരുത്. ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഗിൽട്ട് വന്ന് നമ്മുടെ മോട്ടിവേഷൻ ഡൗൺ ആക്കും. ചെറിയ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യം വളരെ ചെറുതായിട്ട് തുടങ്ങാം. ഭയങ്കരമായിട്ട് സാറ് പറഞ്ഞു അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യരുത്. ചെറുതായിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലൈഫിൽ ഇതെല്ലാം അങ്ങ് വരും. അപ്പോൾ നമ്മളുടെ ഓറ ക്ലെൻസ് ആവും. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. പിന്നെ എൻ്റെ വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഗൈഡൻസ് വരും. നമ്മുടെ എനർജി ലെവലായി നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ് എനർജി ലെവൽ കൂടുക. നമ്മളുടെ എനർജി ലെവൽ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭയം ഇല്ലാതായ ലോകത്തെന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊന്നും ഇമ്പോസിബിൾ അല്ല. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇത് പ്രാക്ടീസ് ചെയ്യട്ടെ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാൻ പോകണ്ട ഞാൻ നാളെ തൊട്ടത് ചെയ്യാണ്, അങ്ങനെയൊന്നും പറയാൻ പോകണ്ട. ജസ്റ്റ് ഷെയർ ചെയ്യുക. ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ക്ലാസ്സസ് വരും, ഫ്രീ ക്ലാസ്സസും കോഴ്സസും എല്ലാം വരുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും സ്പിരിച്വലിയും മെറ്റീരിയലിയും എല്ലാ തരത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.